നമസ്കാരം. മോദിയോടൊന്ന് സംസാരിക്കാൻ അനുവാദം ചോദിച്ച് പിന്നാലെ നടക്കുകയാണ് ഇപ്പോൾ ട്രംപ്. എന്തൊക്കെയായിരുന്നു ട്രംപെ? അമ്പും വില്ലും, മലപ്പുറം കത്തി, എന്നിട്ട് പവനായി ശവമായി എന്നതുപോലെ ട്രംപ് തോറ്റു തുന്നം പാടി എന്ന് വേണം പറയാൻ. അന്നേ പറഞ്ഞതാണ് മറ്റുള്ള നേതാക്കന്മാരെ പോലെ മോദിയെ വില കുറച്ചു വേണം. അതുകൊണ്ടൊന്നും ട്രംപ് വിചാരിച്ചാൽ തീയിൽ കുരുത്ത നേതാവിനെ തകർക്കാൻ കഴിയില്ല എന്ന്. അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ വാസ്തവമായി മാറി എന്ന് വേണം പറയാൻ. ട്രംപിനിപ്പോൾ എങ്ങനെയും മോദിയെ അനുനയിപ്പിച്ച് കൂടെ കൂട്ടണം. ട്രംപ് ഒന്ന് മുരണ്ടാൽ വിറയ്ക്കുന്ന നേതാക്കന്മാരെ കണ്ടു ശീലിച്ച ട്രംപിന് മോദിയെ ആ ഗണത്തിൽപ്പെടുത്തി നിസ്സാരമായി വരുതിയിലാക്കാമെന്ന് കരുതിയിടത്താണ് തെറ്റിയത്. ഇന്ത്യ ഒരു അതിസമ്പന്ന രാജ്യമല്ലാത്തത് കൊണ്ട് ഇന്ത്യയെ അടിച്ചൊതുക്കുക നിസ്സാരമാണെന്ന് കരുതിയ ട്രംപിന് സമ്പന്നതയോളം ശക്തി ചങ്കുറപ്പിനുണ്ട് എന്ന് മോദി വ്യക്തമാക്കി കൊടുത്തു. താരിഫ് വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തർക്കങ്ങൾ തുടരുന്നതിനിടെ നിലപാട് മയപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ നേരിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉറ്റ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമങ്ങൾ തുടരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യത്തെ കടുത്ത നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോയത്. വരുന്ന ആഴ്ചകളിൽ തന്റെ ഉറ്റ സുഹൃത്ത് മോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ പരിഹരിക്കാൻ തന്റെ ഭരണകൂടം ഇന്ത്യയുമായി ചർച്ചകൾ തുടരുമെന്നും ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ട്രംപ് പറയുന്നു. തീരുവ വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ തനിക്ക് സന്തോഷമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപിന്റെ പോസ്റ്റിനു മറുപടിയായി മോദി ഇന്ത്യ US ബന്ധം ശക്തമായി തുടരുമെന്നും US പ്രസിഡന്റുമായി സംസാരിക്കാൻ താനും ആഗ്രഹിക്കുന്നുവെന്നും പ്രതികരിച്ചു. ഇന്ത്യയും US അടുത്ത സുഹൃത്തുക്കളും മികച്ച വ്യാപാര പങ്കാളികളുമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് പരിധിയില്ലാത്ത സാധ്യതകളുണ്ട് എന്നും പറഞ്ഞ മോദി തർക്കങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കാനാണ് രണ്ടു രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പ്രവർത്തിക്കുന്നതെന്നും പ്രസിഡന്റ് ട്രംപുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും വ്യക്തമാക്കി. രണ്ട് രാജ്യങ്ങൾക്കും കൂടുതൽ തിളക്കമാർന്നതും സമൃദ്ധവുമായ ഒരു ഭാവി ഉറപ്പാക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി മോദി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. യുക്രൈനുമായി യുദ്ധം നടത്തുന്ന റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനമാണ് ട്രംപ് ഉന്നയിച്ചത്. എന്നാൽ റഷ്യൻ എണ്ണ തുടർന്ന് വാങ്ങുമെന്ന മറുപടിയാണ് ഇന്ത്യ നൽകിയത്. പ്രധാനമന്ത്രി മോദി കുറഞ്ഞത് 4 തവണയെങ്കിലും US പ്രസിഡന്റ് ട്രംപിന്റെ ഫോൺ കോളുകൾ ഒഴിവാക്കിയെന്ന സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പോലും പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ട്രംപ് തന്നെ അനുനയ നീക്കങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ട്രംപ് നിലപാട് മയപ്പെടുത്തിയതിലൂടെ വ്യാപാര തർക്കങ്ങൾ വൈകാതെ പരിഹരിക്കപ്പെടുമെന്ന ശുഭ സൂചനയാണ് നൽകുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിലാണ് ഇന്ത്യക്ക് മേൽ ചുമത്തിയ തീരുവ 50% വർദ്ധിപ്പിച്ചത്. അമേരിക്കയുമായുള്ള വ്യാപാര തർക്കങ്ങൾക്കു പിന്നാലെ ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും അടുക്കുന്നതിൽ ട്രംപ് അസ്വസ്ഥനായിരുന്നു. ഇനി അത്തരത്തിലൊരു നീക്കത്തിന് മുതിരുന്നതിന് മുൻപ് മോദി അതിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്തിയില്ല എങ്കിൽ ട്രംപിന്റെ പൊടി പോലും കാണില്ല എന്ന ഉറച്ച ബോധ്യം വന്നതോടെയാണ് രണ്ടും കൽപ്പിച്ച് മോദിയുടെ കാലു പിടിച്ചാലും സാരമില്ല, കാര്യം നടന്നാൽ മതി എന്ന തരത്തിൽ ട്രംപ് അരയും കച്ചയും മുറുക്കി കുചേലവേഷം കെട്ടിപ്പുറപ്പെടുന്നത്. കാര്യങ്ങൾ നന്നായി അവസാനിപ്പിക്കാതെ വീണ്ടും ഭീഷണിയുടെ സ്വരം ഉയർത്തിയാൽ മോദി ട്രംപ് ആണെങ്കിൽ പോലും പിൻകാലിനു തട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച